നമസ്കാരം. മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK തൊഴിൽ വിപണി ദുർബലമാക്കുന്നു. തൊഴിലില്ലായ്മ നിരക്ക് 5% ഉയർന്നു. UKയിലെ തൊഴിലില്ലായ്മ നിരക്ക് സെപ്റ്റംബർ വരെയുള്ള 3 മാസത്തിൽ 5% ഉയർന്നു. തൊഴിൽ വിപണി ദുർബലമാകുന്നതിൻ്റെ സൂചനയാണിത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇത് 2020-21 കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ശമ്പള വർധന 4.6% കുറഞ്ഞു. ബജറ്റ് പ്രതീക്ഷകൾക്ക് മുകളിലാണ്. ഡിസംബർ 18 ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷിക്കുന്നു. തൊഴിൽ വിപണിയുടെ ദുർബലതയെക്കുറിച്ച് ONS ഡയറക്ടർ ലിസ് മാക്വെൻ പറയുന്നത് പകർച്ചവ്യാധിക്ക് ശേഷം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നുള്ളതാണ്. പബ്ലിക് സെക്ടറിൽ ശമ്പള വർധന 6.6%, പ്രൈവറ്റ് സെക്ടറിൽ 4.2%. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രകാരം തൊഴിലില്ലായ്മ 5% താഴും. ബിസിനസ്സുകൾ നികുതി വർധനയും ചട്ടങ്ങൾക്കൊപ്പം തൊഴിൽ പദ്ധതികൾ മാറ്റിവെക്കുന്നതായി വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ബജറ്റ് നയങ്ങൾ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. തൊഴിൽ ശൂന്യരുടെ എണ്ണം 1.7 മില്യൺ, ജോബ് ഒഴിവുകൾ 7,23,000 എന്നിങ്ങനെയാണ്. ഈ വർഷം പെട്രോൾ വില 0.6% കുറഞ്ഞു. സർക്കാർ തൊഴിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും വിപണി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. വീട്ടിലെ ഒരു മുറി വാടകയ്ക്ക് നൽകി നികുതി ലാഭിക്കാം. HMRC നൽകുന്ന റെന്റ് എ റൂം സ്കീം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ ഒരു മുറി വാടകയ്ക്ക് നൽകി നല്ലൊരു തുക നികുതിയില്ലാതെ നേടാം. 2021 മുതൽ ഒരു വ്യക്തിക്ക് ആദായ നികുതി നൽകേണ്ടതില്ലാത്ത വരുമാന പരിധി 12,570 പൗണ്ടായി നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ HMRC അവതരിപ്പിച്ച റെന്റ് എ സ്കീം പ്രകാരം ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് 20,070 പൗണ്ട് വരെ നികുതിയില്ലാതെ സമ്പാദിക്കാൻ സാധിക്കും. ഈ സ്കീം അനുസരിച്ച് നിങ്ങൾക്ക് പ്രതിവർഷം 7,500 പൗണ്ട് വരെ വരുമാനം നികുതി നൽകാതെ നേടാൻ സാധിക്കും. അതായത് പ്രതിമാസം ഏകദേശം 625 പൗണ്ട് വരെ നിങ്ങൾക്ക് പൂർണ്ണമായും നികുതിരഹിതമായി ലഭിക്കും. 7,500 പൗണ്ട് വരെ വാടകയായി ലഭിക്കുന്ന തുകയ്ക്ക് നികുതി നൽകേണ്ടതില്ല. നിങ്ങളുടെ പേഴ്സണൽ അലവൻസ് 20,070 പൗണ്ട് വരെ ഉയർത്താൻ ഈ വരുമാനം സഹായിക്കും. വാർഷിക വരുമാനം 7,500 പൗണ്ടിൽ താഴെയാണെങ്കിൽ സെൽഫ് അസസ്മെൻറ്റിന് അപേക്ഷിക്കേണ്ടതില്ല. ദമ്പതികൾക്ക് 3,750 പൗണ്ട് വീതം നികുതി ഇല്ലാതെ നേടാം. ഈ സ്കീം നിങ്ങളുടെ സ്വന്തം വീട്ടിലെ മുറി വാടകയ്ക്ക് നൽകുമ്പോൾ മാത്രമാണ് ബാധകമാകുന്നത്. വാടകയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ടുള്ള, അതായത് ബൈ ടു ലെറ്റ് വീടുകൾക്കോ അപ്പാർട്ട്മെൻറ്റുകൾക്കോ ഈ ആനുകൂല്യം ലഭ്യമല്ല. ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഫിസ്ക്കൽ ഡ്രാഗ് മൂലം നികുതി ഭാരം വർദ്ധിക്കുന്ന സമയത്ത് ഈ സ്കീം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ റെന്റ് എ റൂം സ്കീം പോലുള്ള മാർഗങ്ങൾ നികുതിയില്ലാതെ വരുമാനം നേടാൻ സഹായിക്കും. നിങ്ങളുടെ വീട്ടിലെ ഒഴിഞ്ഞ മുറി ഉപയോഗിച്ച് നിങ്ങൾക്ക് 20,070 പൗണ്ട് വരെ നികുതിയില്ലാതെ സമ്പാദിക്കാൻ അവസരമുണ്ട്. എന്നാൽ ഈ സ്കീമിൻ്റെ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹൈസ്ട്രീറ്റ് കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടി. നാഷണൽ ക്രൈം ഏജൻസിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്നുവരുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഹൈസ്ട്രീറ്റുകളിലെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡുകൾ. മിനി മാർട്ടുകൾ, വേപ്പ് ഷോപ്പുകൾ, ബാർബർ ഷോപ്പുകൾ, ടേക്ക് എവേകൾ എന്നിവിടങ്ങളിൽ നടത്തിയ ഈ റെയ്ഡുകളിൽ 920 അധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇത് ഇതുവരെയുള്ള ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അനധികൃത ജോലി ചെയ്യുന്നതിനും വാടക കെട്ടിടങ്ങൾക്കും 340-ലധികം നോട്ടീസുകൾ അധികൃതർ നൽകി. ഇതോടെ വ്യവസായങ്ങൾക്കും ഭവന ഉടമകൾക്കും 10,000-ങ്ങളോളം പൗണ്ട് പിഴ ചുമത്തപ്പെടാം. BBC-യുടെ അന്വേഷണം കുറ്റകൃത്യ ഏജന്റുമാർക്ക് 60,000 പൗണ്ട് വരെ അനധികൃത ജോലി പിഴകൾ മായ്ക്കാനുള്ള ക്രമക്കേട് വെളിവാക്കി. കൂടാതെ കുർദ് കുറ്റകൃത്യ നെറ്റ്വർക്ക് ഗോസ്റ്റ് ഡയറക്ടർമാരെ ഉപയോഗിച്ച് കമ്പനികളുടെ ഔദ്യോഗിക രേഖകൾ കൈകാര്യം ചെയ്യുന്നതും തിരിച്ചറിഞ്ഞു. എന്നാൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു. ട്രെയിനിലെ ലൈംഗിക ആക്രമണം അന്വേഷണം ആരംഭിച്ചു. എഡിൻബറോയിൽ നിന്ന് വോൾവർഹാംപ്റ്റണിലേക്കുള്ള ട്രെയിനിൽ ഒക്ടോബർ 23 രാവിലെ 9 മണിയോടെ ഉറങ്ങുകയായിരുന്ന ഒരു സ്ത്രീയെ ലൈംഗികമായി ആക്രമിച്ച സംഭവത്തെ തുടർന്ന് പോലീസ് മാൻഹണ്ട് ആരംഭിച്ചു. സ്ത്രീ ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ഒരു പുരുഷൻ അവരെ ആക്രമിക്കുന്നതായി മനസ്സിലാക്കുകയായിരുന്നു. ശേഷം ഇയാൾ വോൾവർഹാംപ്റ്റൺ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് CCTV ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് വിവരങ്ങൾ ലഭിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലുള്ള വ്യക്തിയെ തിരിച്ചറിയുന്നവർ ടെക്സ്റ്റ് അയക്കുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ തട്ടിപ്പ്, സമ്പത്തിന്റെ ദേവതയ്ക്ക് 11 വർഷത്തെ ജയിൽ ശിക്ഷ. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഷിമിൻ ക്യുയാൻ യാഡി ഷാങ് എന്ന പേരിലും അറിയപ്പെടുന്നു. 11 വർഷവും 8 മാസവും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. 5 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവർ അടുത്തിടെയാണ് പിടിയിലായത്. 2014 2017 ഇടയിൽ ചൈനയിൽ 1,28,000-ലധികം ആളുകളിൽ നിന്ന് ഏകദേശം 4.6 ബില്യൺ പൗണ്ട് തട്ടിച്ച കേസിലാണ് ഈ നടപടി. തട്ടിപ്പിലൂടെ ലഭിച്ച പണത്തിന്റെ ഒരു ഭാഗം ബിറ്റ്കോയിനാക്കി മാറ്റി ബ്രിട്ടനിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ക്യുയാൻ. സമ്പത്തിന്റെ ദേവത എന്ന് സ്വയം വിശേഷിപ്പിച്ച ക്യുയാൻ ചൈനയിൽ വ്യാജ ടെക്നോളജി കമ്പനികൾ നടത്തിയാണ് നിക്ഷേപകരെ ആകർഷിച്ചത്. നിക്ഷേപങ്ങൾക്ക് 300% വരെ ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവരെ കബളിപ്പിച്ചത്. 2017 ചൈനയിൽ നിന്ന് മുങ്ങിയ ശേഷം വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ബ്രിട്ടനിൽ കടന്നുകൂടി. ബ്രിട്ടനിൽ വാടക വീടുകളിലും എയർബിഎൻബികളിലും താമസിച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ജീവിച്ചു. 2018 പോലീസ് നടത്തിയ റെയ്ഡിൽ 1.4 ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന 61,279 ബിറ്റ്കോയിൻ കണ്ടെടുത്തു. ഇതിന്റെ ഇപ്പോഴത്തെ മൂല്യം 5 ബില്യൺ പൗണ്ടിലധികം വരും. കിയാന്റെ കൈവശമുണ്ടായിരുന്ന ജോഗിംഗ് ട്രൗസറിന്റെ രഹസ്യ പോക്കറ്റിൽ നിന്ന് കൂടുതൽ ഡിജിറ്റൽ അക്കൗണ്ടുകളും പാസ്വേഡുകളും പോലീസ് കണ്ടെത്തി. ഈ പാസ്വേഡുകൾ ഉപയോഗിച്ച് 67 മില്യൺ പൗണ്ട് കൂടി കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. ക്വിയാന്റെ സഹപ്രതിയായ സിയോങ് ഹോക്ലിങ്ങിന് 4 വർഷം 11 മാസം ശിക്ഷ ലഭിച്ചു. തന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഒരു രാജകുമാരനെ വിവാഹം കഴിച്ച് ലോകം ഭരിക്കാൻ സ്വപ്നം കണ്ടിരുന്ന ക്വിയാന്റെ പദ്ധതികൾ പോലീസ് തകർത്തു. തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ പഠനം നടത്തി വരികയാണ്. NHS പിരിച്ചുവിടൽ ചെലവുകൾക്കായി 1 ബില്യൺ പൗണ്ട് അധിക പണം ആവശ്യപ്പെട്ടുള്ള ആരോഗ്യമന്ത്രിയുടെ ആവശ്യം ധനമന്ത്രി തള്ളി. ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിന് ഈ സാമ്പത്തിക വർഷം അവരുടെ അനുവദിച്ച ബജറ്റിൽ നിന്ന് ഏകദേശം 1 ബില്യൺ പൗണ്ടിൽ കൂടുതൽ ചെലവഴിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ 2026-27 വർഷത്തിൽ ഇതിനു പകരമായി കുറഞ്ഞ പണമേ ലഭിക്കൂ. NHSലെ 42 ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡുകളിൽ ഏകദേശം 25,000 ജീവനക്കാരിൽ പകുതിയിലധികം പേരെ പിരിച്ചുവിടാൻ ഇത് ലക്ഷ്യമിടുന്നു. ഇതിന് ഏകദേശം 1 ബില്യൺ പൗണ്ട് ചെലവ് വരുമെന്ന് കണക്കാക്കുന്നു. പിരിച്ചുവിടലിന്റെ ചെലവ് ആര് വഹിക്കണം എന്നതിനെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരുന്നു. നിലവിലെ NHS ബഡ്ജറ്റ് നിശ്ചയിച്ചതിന് ശേഷം വന്ന അപ്രതീക്ഷിത ചെലവുകളായ പിരിച്ചുവിടലുകൾ, ഡോക്ടർമാരുടെ സമരങ്ങൾ, മരുന്നുകളുടെ വില വർധനവ് എന്നിവയ്ക്കായി 3 ബില്യൺ പൗണ്ടിൽ കൂടുതൽ വേണമെന്ന് ഇംഗ്ലണ്ടിലെ NHS മേധാവികൾ ആവശ്യപ്പെട്ടിരുന്നു. അധിക മരുന്ന് ചെലവുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പിരിച്ചുവിടലിനുള്ള പണം നൽകാമെന്ന് ട്രഷറി മുന്നോട്ട് വെച്ചെങ്കിലും ധാരണയായില്ല. DHSC ധനകാര്യ ക്രമീകരണങ്ങൾ ട്രഷറിയുമായി അംഗീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ധനസഹായത്തിൽ നിന്നായിരിക്കും ഇതിനുള്ള തുക കണ്ടെത്തുക. NHS സേവനങ്ങൾ സംരക്ഷിക്കുമെന്നും മുന്നണിയിലോ പിന്നണിയിലോ ഉള്ള നിക്ഷേപം വെട്ടിക്കുറയ്ക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ നടപടി NHS പുനഃസംഘടനയുടെ ഭാഗമാണെങ്കിലും ജീവനക്കാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും 91 തടവുകാർക്ക് തെറ്റായി മോചനം. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഈ വർഷം ഏപ്രിലിനും ഒക്ടോബറിനും ഇടയിൽ 91 തടവുകാർക്ക് തെറ്റായി മോചനം നൽകിയതായി പുതിയ സർക്കാർ കണക്കുകൾ പുറത്തുവിട്ടു. ജയിൽ സംവിധാനത്തിലെ സമ്മർദ്ദം മൂലമാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കുന്നതെന്ന് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. എന്നാൽ ലേബർ സർക്കാരിന്റെ ജയിൽ തിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതികളാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം 262 തടവുകാർക്ക് തെറ്റായി മോചനം നൽകിയിരുന്നു. തെറ്റായി മോചിതരായ 3 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും നയങ്ങളും നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എപ്പിംഗ് ഹോട്ടലിൽ അഭയാർത്ഥികൾക്ക് താമസിക്കാമെന്ന് കോടതി വിധി. എപ്പിംഗ് ഫോറസ്റ്റ് കൗൺസിൽ എപ്പിംഗിലെ ബെൽ ഹോട്ടലിൽ താമസിക്കുന്ന അഭയാർത്ഥികളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഈ നീക്കം തള്ളി. ഹോട്ടൽ ഉടമകൾ പ്ലാനിംഗ് നിയമങ്ങൾ ലംഘിച്ചെന്ന് കൗൺസിൽ ആരോപിച്ചെങ്കിലും നിയമം നടപ്പാക്കാൻ ഇത് ശരിയായ രീതിയല്ലെന്ന് കോടതി പറഞ്ഞു. ചില അഭയാർത്ഥികളുടെ കുറ്റകൃത്യങ്ങൾ നാട്ടുകാരിൽ ഭയമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഹോട്ടൽ നിയമം ലംഘിച്ചിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കേണ്ടത് ഹോം ഓഫീസിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹോട്ടൽ 2020 മുതൽ അഭയാർത്ഥികൾക്ക് ഇടവിട്ട് താമസ സൗകര്യം നൽകുന്നുണ്ടെന്നും അറിയിച്ചു. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും നടന്നിരുന്നു. ഒരു അഭയാർത്ഥി ലൈംഗിക കുറ്റത്തിന് ജയിലിലാവുകയും ചെയ്തു. ഈ വിഷയത്തിൽ സർക്കാർ ജനങ്ങളുടെ ആശങ്കകൾ അവഗണിച്ചതായി കൗൺസിൽ അംഗം വില്യംസൺ പറഞ്ഞു. ഹോട്ടലുകൾ അടച്ചിട്ട് മിലിറ്ററി സൈറ്റുകൾ ഉപയോഗിക്കരുതെന്നും റെഫ്യൂജി കൗൺസിൽ ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ ഒറ്റയ്ക്ക് വിട്ടതിനെ തുടർന്ന് 90-കാരൻ മരിച്ചു. 90 വയസ്സുള്ള ഹാരി ഡിക്കിൻസൺ ചോർലിയാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഡിസംബർ 18-ന് രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു.
ഡിമെൻഷ്യ ഉണ്ടെന്ന് സംശയിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് 1:1 പരിചരണം ആവശ്യമായിരുന്നു. പക്ഷേ ആശുപത്രി തിരക്കിലായതിനാൽ ഹാരി ട്രോളിയിൽ ഒറ്റയ്ക്കായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹാരി അസ്വസ്ഥനായി ട്രോളിയിൽ നിന്ന് വീഴുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഡിസംബർ 20 മരിച്ചു. ഒറ്റയ്ക്ക് വിട്ടതാണ് മരണകാരണമെന്ന് കൊറോണർ കേറ്റ് ബിസറ്റ് അറിയിച്ചു. ഹാരിയുടെ ഭാര്യയും 2 മക്കളും നേരത്തെ മരിച്ചിരുന്നു. സംഭവിച്ച പിഴവുകളിൽ ക്ഷമ ചോദിക്കുന്നതായും കാര്യങ്ങൾ തിരുത്തുമെന്നും NHS ട്രസ്റ്റ് അറിയിച്ചു. നവംബർ 6 നടന്ന ഇൻക്വസ്റ്റിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. ഹാരി കോപ്പൂൾ സ്വദേശിയും റിട്ടയർഡ് കർഷകനുമായിരുന്നു. വിസ പ്രശ്നം. 2500 ജയിൽ ജീവനക്കാർ നാടുകടത്തൽ ഭീഷണിയിൽ. പുതിയ 41,700 പൗണ്ട് ശമ്പളം നിയമം കാരണം അവരുടെ വിസ കാലാവധി തീരുമ്പോൾ നാടുകടത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ 2200 പേർ ജയിൽ ഓഫീസർമാരും 400 പേർ മറ്റ് ജോലികളിൽ ഉള്ളവരുമാണ്. ജയിൽ ജീവനക്കാരുടെ തുടക്കശമ്പളം 33,750 പൗണ്ടാണ്. ഇപ്പോൾ ജയിലുകളിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തതും തെറ്റായി തടവുകാരെ വിട്ടയക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയധികം ജീവനക്കാരെ നഷ്ടപ്പെട്ടാൽ ജയിലുകൾ തകരുമെന്ന് POA ചെയർ മാർക്ക് ഹെയർഹസ് മുന്നറിയിപ്പ് നൽകി. ഇതുമൂലം പരിചയസമ്പന്നരായ ജീവനക്കാരെ നഷ്ടപ്പെടുമെന്ന് PGAയും പറയുന്നു. എന്നാൽ കുടിയേറ്റം നിയന്ത്രിക്കാനും ആവശ്യമായ പിന്തുണ നൽകാനും സർക്കാർ ശ്രമിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ബ്രിട്ടനിലെ ജയിലുകൾ 98.3% നിറഞ്ഞിരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.